ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ഇടയ്ക്ക് ഭഗവാൻ പറഞ്ഞു തരാറുള്ള ഓരോ കഥകളെ പോലെ ഇന്ന് ഒരു കഥയായിട്ടാണ് ഭഗവാൻ ഇവിടെ നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുത്തിയേക്കുന്നത്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ കഥ പറയാൻ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്, പറയാനും കേൾക്കാനും ഒക്കെ. അപ്പം ഇന്ന് ഒരു അത്രയും ഭക്തയുടെ ഒരു കഥയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുറൂരമ്മയെ പോലെയൊക്കെ തന്നെയുള്ള ഒരമ്മ, ആ അമ്മയുടെ കഥയാണെന്ന് പറയാൻ പോണത്. ഈ അമ്മ താമസിച്ചിരുന്നത് പശ്ചിമ ബംഗാളിലായിരുന്നു. പശ്ചിമ ബംഗാളിലെ അമ്മയുടെ ആ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് ഏറ്റവും പ്രസിദ്ധിയായി തീർന്ന ഒരമ്മയാണ്. അമ്മയുടെ പേരാണ് അഘോരമണി എന്ന്. അപ്പോൾ അമ്മയെ പറ്റിയിട്ട് കേട്ടവർ ധാരാളം പേരുണ്ടാവും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥയൊക്കെ കേട്ടിട്ടുള്ളവർക്കൊക്കെ ധാരാളം പേർക്ക് ഈ അഘോരമണി എന്നുള്ള അമ്മയെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ആ അമ്മയുടെ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഈ ഭക്തന്മാരുടെ കഥകൾ കേൾക്കുക ഭഗവാനും ഒരുപാട് ഇഷ്ടമാണ് അത്ര അത് കേൾക്കാൻ. ഭഗവാന്റെ കഥകളെക്കാളും കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. കാരണം ആ ഓരോ ഭക്തനും അവരവരുടെ അനുഭവമാണ്, ആ ഭക്തൻ്റെ അനുഭവമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഭഗവാനെ അനുഭവിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ പ്രേമഭാവം നിറയണു. അപ്പം നമ്മളെല്ലാവരും ആ ഭക്തൻ്റെ കഥകൾ നമ്മളെല്ലാവരെയും ആ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ്റെ കഥകൾക്ക് ഇത്രയും മഹത്വം. അപ്പം ഈ അമ്മ താമസിച്ചിരുന്നത് പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അഘോരമണി ജനിച്ചത്. ബാല്യത്തിൽ തന്നെ, അതായത് ഏകദേശം ഒരു 9ാമത്തെ വയസ്സിൽ തന്നെ വിവാഹം കഴിഞ്ഞു. പണ്ടൊക്കെ വിവാഹം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് പക്ഷേ അധികം വൈകാണ്ട് തന്നെ ഈ അഘോരമണി വിധവയായിട്ട് തീർന്നു. അപ്പോൾ ആ വിധവയായി തീർന്നപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ല. അപ്പോൾ എന്തു ചെയ്തു, ആ അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അവളുടെ സഹോദരൻ വേഗം കൂട്ടിക്കൊണ്ട് വന്നിട്ട് സഹോദരൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. അത് ശരിക്കും ഒരു വഴിത്തിരിവ് പോലെ തന്നെയായിരുന്നു അഘോരമണിക്ക്. അവിടെ ജ്യേഷ്ഠൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അഘോരമണി ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങൾ, പിന്നെ അകാലത്തിൽ വിധവയായാൽ പല വിധത്തിലുള്ള മാനസികവും ശാരീരികവും ഉള്ള വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അഘോരമണി എന്നാണ് പറയണത്. പക്ഷേ ആ അനുഭവങ്ങളെല്ലാം അവളെ ആ ലൗകിക സുഖത്തിൻ്റെ നമ്മളൊക്കെ അതിൽ പെട്ടിട്ടാണല്ലോ ഉഴലുന്നത്. ആ ലൗകിക സുഖത്തിൻ്റെ അസത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലെല്ലാം. അതാണ് ജീവിതസുഖം ആണ് ഏറ്റവും സത്യമായതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് വിരക്തി നേടി
അങ്ങനെ സഹോദരൻ്റെ വീട്ടിൽ താമസിക്കണത് ഒരു മറ്റുള്ളവർക്കൊക്കെ ഒരു വിഷമാണ് എന്ന് അവൾക്ക് തോന്നിയ ഒരു ഘട്ടത്തിൽ സഹോദരൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അഘോരമണി എന്ത് ചെയ്തു, അവിടെ ക്ഷേത്രത്തിൽ തന്നെ ആ ക്ഷേത്രം വകയായിട്ടുള്ള അവരുടെ ആ സെമീന്ദാരുടെ ആയിട്ട് ക്ഷേത്രം, അങ്ങനെ കുടുംബക്ഷേത്രമാണെന്ന് തോന്നുന്നു, ആ ക്ഷേത്രം വകയായിട്ടുള്ള അവരുടെ തന്നെ ഒരു തോട്ടത്തിലൊരു ചെറിയ മുറിയുണ്ട്. ആ മുറിയിലേക്ക് താമസം മാറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുവരെ ആഭരണങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് എല്ലാ സാധനങ്ങളും വിറ്റിട്ട് ഭർത്താവിൻ്റെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് സമ്പാദ്യമൊക്കെ സ്വത്തൊക്കെ കൊടുക്കും എന്തെങ്കിലും ഈ വിധവയായിട്ട് പോരുമ്പോൾ. എന്നിട്ട് അവരവിടുന്ന് പറഞ്ഞേക്കുക ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി വിറ്റിട്ട് ഒരു 500 രൂപയോളം നിക്ഷേപിച്ചിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചു പോന്നു. അപ്പം അനുഭവങ്ങളുടെ ആ ദുഃഖാഗ്നിയിൽ പെട്ടിട്ട് എങ്ങനെയാണോ തീയിൽ പെട്ടിട്ട് കൂടം കൊണ്ട് അടിച്ച് പരത്തി സ്വർണത്തിന് തിളക്കം പത്തരം മാറ്റാക്കണത്, അതുപോലെ തന്നെ എല്ലാ ലൗകിക ആഗ്രഹങ്ങളും ഇല്ലാണ്ടായി അവള് കൂടുതൽ ആ ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് ആ ഘോരമണിയെ നയിച്ചു ആ ഒരു അനുഭവങ്ങളെല്ലാം. അപ്പം മറ്റേ പൂർണ്ണമായ ഹൃദയത്തോടു കൂടിയിട്ട് ബാക്കിയുള്ളതൊന്നും ബാധിക്കാതെ കണ്ട് ആ ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകുകയാണ്. അങ്ങനെ ആ ഭക്തി കണ്ട് സന്തോഷിച്ചപ്പോൾ അവിടെ അധികാരിയുടെ ജമീന്ദാരുടെ പത്നിയാണ് അവിടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ പത്നിക്ക് ഈ അഘോരമണിയുടെ ഭക്തിയിൽ വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ ഇത്രയും ചെറുപ്പത്തിലൊരു പെൺകുട്ടി, അതും നിരാലംബിയായിട്ടുള്ള പെൺകുട്ടി, ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ ഇത്രയും ഭക്തി വെച്ചിട്ട് അത്രയും പ്രേമത്തോടു കൂടിയിട്ട് കഴിയുന്നതും ആ അമ്പലത്തിൽ തന്നെയായിരിക്കും അവള്. ആ ഭഗവാന്റെ ആ ക്ഷേത്രത്തിന് ആ ഈശ്വരന് വേണ്ട ഓരോന്ന് കൈകാര്യം ചെയ്ത് ക്ഷേത്രത്തിൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കലും അവിടെയുള്ള ആ പൂജാപാത്രങ്ങൾ കഴുകൽ, അവിടേക്ക് വേണ്ടത് ഒരുക്കലൊക്കെ ആയിട്ട് അധികം അങ്ങനെയാണ്. അപ്പോഴൊക്കെ ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അവളുടെ ഉള്ളിലും നമ്മുടെ കുറൂരമ്മയെ പോലെ ബാലഗോപാലനായിരുന്നു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഭഗവാനെ ഉണ്ണിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം എപ്പോഴും ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ ഗോപാലനായിരുന്നു. ഗോപാലൻ്റെ അമ്മ എന്ന് പറയാനാണ് അത്ര അവൾക്ക്. അപ്പം എല്ലാവരും അങ്ങനെയാണ് പറയുക, ഗോപാലൻ്റെ അമ്മ എന്ന് അവളെ പറയുക. അപ്പം ഗോപാലർമ്മ എന്ന് ആണ് അവളെ വിളിച്ചിരുന്നത് എന്ന് പറയണം. അങ്ങനെ ഈ ജമീന്ദാരുടെ പത്നി ഈ ഭക്തിയൊക്കെ കണ്ടപ്പോൾ മധുര, വൃന്ദാവനം, ഗയ, വാരാണസി അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പുണ്യതീർത്ഥങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ ഈ അഘോരമണിയും കൊണ്ടുപോകും. അങ്ങനെ ആ വൃന്ദാവനത്തിലെ യാത്രയൊക്കെ കൂടുതൽ ആ ഭക്തി ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ഭക്തി ഉണ്ടാക്കാനായിട്ട് ഈ അഘോരമണിക്ക് ആ ഭക്തിയുടെ ഭാവം നല്ലോണം തെളിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ആ യാത്രകളൊക്കെ സഹായിച്ചു. ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെ പറ്റിയിട്ടൊക്കെ ധാരാളം കേൾക്കാനൊക്കെ അവൾക്ക് കൊതിയായി. ബാലലീലകൾ ആ വൃന്ദാവനത്തിലാണ് ബാലലീലകൾ ആടിയത്. ആ യശോദാമ്മയുടെ കൂടെ ആടിയ ബാലലീലകൾ, ഗോപികമാരുടെ കൂടെ ആടിയ ബാലലീലകളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ എപ്പോഴും യശോദാഭാവത്തിലാണ് ഈ അഘോരമണി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ പുത്രനായി കണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ പുത്രനായിട്ട് കണ്ടു. അങ്ങനെ ആ ഒരു കൊച്ച് ഫോട്ടോ എന്തോ കയ്യിലുണ്ടായിരുന്നു. അതിൽ ആ മനസ്സ് ആ പൂജകൾ അർപ്പിക്കുന്നു. അതിൻ്റെ മുമ്പിലിരുന്ന് യശോദമ്മയ്ക്ക് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ കണ്ണനെ പറ്റിയിട്ട് പാട്ടുകളൊക്കെ പാടി ഉറക്കുക, കളിപ്പിക്കുക, കണ്ണനെ പറ്റി സ്തുതിക്കുക. യശോദമ്മ എപ്പോഴും അതെ തൈരൊക്കെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അതുപോലെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അഘോരമണി ആ കൃഷ്ണൻ്റെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ചെയ്തു. ആ കൃഷ്ണനെ ഊട്ടി ഉറക്കി അലങ്കരിച്ച് ഒക്കെ ആ കൃഷ്ണൻ ശരിക്കും എങ്ങനെയാണോ യശോദ കൃഷ്ണനെ പരിചരിക്കുന്നത് അതേപോലെ മനസ്സുകൊണ്ടും പരിചരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന നല്ല നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാനെ അവിടെ സമർപ്പിക്കും. ധാരാളം നാമം ജപിക്കും ഭഗവാന്റെ. അങ്ങനെ ഭഗവാന്റെ അത്യന്ത സുന്ദരമായിട്ടുള്ള ആ രൂപങ്ങൾ ഓരോന്നും ഉണ്ടല്ലോ, പല രൂപങ്ങളുണ്ടല്ലോ. ആ രൂപങ്ങൾ ആ അമ്മയുടെ മുമ്പിൽ വെണ്ണയ്ക്കായിട്ട് കേണ് നിൽക്കണ കണ്ണൻ്റെ രൂപം,
അതുപോലെ അമ്മ വെണ്ണ വേണമെന്ന് പറയുമ്പോൾ അമ്മ വെണ്ണ കൊടുക്കുമ്പോൾ പറയണു, ഒറ്റ കൈ തന്നിൽ നീ വെണ്ണ തന്നിടുകിൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റേ കൈന് അമ്മ ഇവിടെ ഞാനുണ്ട്, ഏട്ടനുണ്ട്. അമ്മ എനിക്ക് മാത്രം എന്തെങ്കിലും തന്നാൽ ഏട്ടന് വിഷമാവില്ലേ, അല്ലെങ്കിൽ ഏട്ടന് മാത്രം കൊടുത്താലേ എനിക്ക് വിഷമാവില്ലേ. അതുപോലെ തന്നെയല്ലേ ഒരു കയ്യിൽ കൊടുക്കുമ്പോൾ മറ്റേ കയ്യിൽ സങ്കടാവില്ലേ, രണ്ട് കയ്യിലും വെണ്ണ തരും എന്ന് പറയും. അപ്പം അമ്മ രണ്ട് കയ്യിലും വെണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളയും കൂടി എടുക്കാൻ പോകുമ്പോൾ ഈ വെണ്ണ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിഴുങ്ങി കഴിഞ്ഞിട്ട് പറയും, അയ്യോ അമ്മയെ ഓടി വരുമെന്ന്. അപ്പം യശോദാമ്മ ഓടി വരുമ്പോൾ എന്താ അത് ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയി ആ വെണ്ണ. ഞാൻ 2 വെണ്ണയും കിട്ടിയിട്ട് 2ഉം ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് പറയണു. ഇത് കേട്ടപ്പോൾ 2 കയ്യിലും ഒരുപോലെ വെണ്ണ വെച്ച് കൊടുക്കണു. അപ്പോൾ 2 വെണ്ണ ഉരുളകൾ ഒരുപോലെ അങ്ങോട്ട് കഴിക്കുമ്പോൾ പിന്നെ കണ്ണൊക്കെ മേപ്പട്ടയ്ക്ക് ഇങ്ങനെ പിടിച്ച്, കണ്ണൊക്കെ തുറിച്ച് മേപ്പട്ടയ്ക്ക് പിടിച്ച് ആകെ വല്ലാത്ത ഭാവത്തിൽ ആക്ഷൻ കാണിക്കുക. എങ്ങനെയാ തൊണ്ടയിലിരുന്നു വെള്ളം കുടിക്കണം, പാല് കുടിക്കണം, വെള്ളമല്ല പാല് കുടിക്കണം. അപ്പോൾ ആ ചൂടുള്ള പാല് കുടിച്ചാൽ ഈ വെണ്ണ അങ്ങോട്ട് ഉരുകി പൊക്കോളൂല്ലോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് പാല്, ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഈ അഘോരമണി ഈ ഭാവത്തിലൊക്കെ ഭഗവാനെ കണ്ടു. അങ്ങനെ ഓരോന്നും കണ്ടു കഴിഞ്ഞിട്ട് ആ നൈവേദ്യമൊക്കെ സമർപ്പിച്ച് അങ്ങനെ ആ കൃഷ്ണൻ്റെ കഥകൾ എവിടെ പറയണു, എവിടെ ഭാഗവത കഥകൾ പറയണു, എവിടെ സത്സംഗം ഉണ്ടോ അവിടെയൊക്കെ ഘോരമണി പോകാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ കഥകളെ എത്ര കേട്ടാലും മതിയാവില്ല. കേട്ട് പിന്നെ എന്ത് ചെയ്യണം, കേട്ട കഥകളെ മുഴുവൻ മനസ്സിൽ അവളിതാ കാണാൻ തുടങ്ങി. ആ രംഗങ്ങൾ മുഴുവൻ ഏതൊക്കെ കഥകളാണോ കേട്ടത് ആ മനസ്സാകുന്ന വൃന്ദാവനത്തിൽ നിന്ന് ആ ഘോരമണിയുടെ ബാലഗോപാലൻ അവിടെ നൃത്തം വെച്ച് അതൊക്കെ അനുഭവമാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏകാന്തമായിരിക്കുന്ന ഓരോ നിമിഷവും ആനന്ദമായിട്ട് തീർത്തു. നമുക്കൊക്കെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ ബോറടിക്കും അല്ലേ, ആകെ വിഷമാണ്. ഒന്നുമില്ലെങ്കിൽ ഫോണെങ്കിലും എടുത്തൊന്ന് തുറന്നു നോക്കണം, അല്ലെങ്കിൽ ടി വി വെക്കണം. ഒന്നുമില്ലാണ്ട് ഇത്തിരി നേരം ഫോണും ഇല്ല, ടി വി ഇല്ല, ഒന്നുമില്ല, ഇത്തിരി നേരം വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? നമുക്ക് പറ്റുകയില്ല ഇരിക്കാൻ. അപ്പോഴേക്കും നമുക്ക് ബോറടിച്ചു. ഇതങ്ങനെയല്ല, ആ ഏകാന്തമായ നിമിഷങ്ങളായിരുന്നു ആ ഘോരമണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതാണ് ആനന്ദം, ആ പ്രേമാനന്ദം, കൃഷ്ണൻ്റെ പ്രേമാനന്ദം അനുഭവിക്കാനായിട്ട് ഏറ്റവും നല്ല, ഏറ്റവും അനുയോജ്യമായ സമയം. അപ്പം അത് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. സുന്ദരനായിട്ടുള്ള ആ മഴമേഘവർണ്ണൻ ആ അഘോരമണിയിൽ അലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ധ്യാനത്തിലൂടെ ധ്യാനം അഘോരമണിക്ക് ഒരു അനുഭൂതിയായിട്ട് മാറി. അരയിലെ പൊൻകിങ്ങിണിയും തലയിൽ മയിൽപ്പീലിയും മഞ്ഞപ്പെട്ടും മനമാലയും അണിഞ്ഞ് ആ പൊന്തളകൾ കിലുക്കിക്കൊണ്ട് എപ്പോഴും ഹൃദയങ്ങളെ കുളിർപ്പിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ കള്ളനോട്ടത്തോടു കൂടിയിട്ട് മധുരമായ പുഞ്ചിരിയോട് കൂടിയിട്ട് ബാലഗോപാലൻ മുമ്പിൽ വന്നിങ്ങനെ നിന്ന് പറയും, അമ്മേ വെണ്ണ തരൂ, അമ്മേ ലഡ്ഡു തരൂ, അമ്മേ എനിക്കിതാ ഈ പാല് നമ്മളെ ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണെന്ന്, പാല് കൊണ്ടുണ്ടാക്കുന്ന ഒരു മധുര പലഹാരം. അതിൻ്റെ പേര് ഞാൻ ഇപ്പം തൽക്കാലം ഒന്ന് മറന്നു. അതുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കും, അതെനിക്ക് തരൂ എന്ന് പറയും. അപ്പം ഇതൊക്കെ വേണ്ടതൊക്കെ ഘോരമണി ഓരോന്ന് ആ ധ്യാനത്തിലൂടെ ഭഗവാന്റെ കയ്യിൽ വച്ചു കൊടുക്കണു. അതൊക്കെ വച്ചു കൊടുക്കുമ്പോൾ ഭഗവാൻ അതെല്ലാം കഴിച്ചുകൊണ്ട് പിന്നെ അതിമനോഹരമായിട്ട് തൃക്കാലു രണ്ടും പിണച്ചത്തിരുമുഖകമലം ദക്ഷിണേ ചാച്ചു വച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴലും അധ പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലിയും ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി വിളയാടിടുവാൻ ദർശിതം കൈതൊഴുന്നേൻ. നമ്മളിങ്ങനെ കാണണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആ ഘോരമണി അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ അമ്മയെ ആ ചുണ്ടിൽ ആ ഒരു
വേണു ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയെ മയക്കുന്ന ആ ഒരു രാഗമുണ്ട്. ആ രാഗത്തിൽ അമ്മയെ മയക്കി കഴിഞ്ഞാൽ ഉറപ്പാ അമ്മ വെണ്ണ കൊടുക്കുന്നു. അമ്മ കണ്ണ ഒന്ന് ഓടക്കുഴൽ എപ്പോഴും ഓടക്കുഴൽ വിളിക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ഓടക്കുഴൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ണനൊരു രാഗത്തിൽ അങ്ങോട്ട് വായിക്കും. അതിലങ്ങോട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മ അതാ വെണ്ണ കൊണ്ട് കൊടുക്കുകയായി. പിന്നെ കണ്ണന് വെണ്ണ കിട്ടാൻ കൊതിയായി കഴിഞ്ഞാൽ ഈ രാഗം പാടിക്കഴിഞ്ഞാൽ എവിടെയുണ്ടോ അമ്മ അത് കേൾക്കുമ്പോഴേക്കും വെണ്ണയും കൊണ്ട് ഓടി വരും. ഇത് അവിടെയുള്ള പൂച്ചക്കുറിഞ്ഞികൾക്ക് അനുഭവമാത്ര. അപ്പോൾ ആ പൂച്ചക്കുറിഞ്ഞികളും വരും. അതാണ് ഓടക്കുഴൽക്കു പുതുവെണ്ണ ലഭിപ്പതിനായി ആടിക്കുഴഞ്ഞു കുഴലൂതിന വാസുദേവൻ കാനക്കുറിഞ്ഞിയെ വിളിച്ചതു കേട്ട നേരം പുനക്കുറിഞ്ഞികളടുത്തതു കൺമനോ ഞാൻ. ആ കാനക്കുറിഞ്ഞി രാഗത്തിലിതാ കണ്ണൻ വേണു ഊതുന്നു. ഹാ, എന്തൊരു പരമാനന്ദം, എന്തൊരു പരമാനന്ദം. ആ വേണുഗീതത്തിൽ ലയിച്ച് എല്ലാം മറന്നിരിക്കുമ്പോൾ ദാ പെട്ടെന്ന് അങ്ങോട്ട് ആ വേണുഗാനം അങ്ങോട്ട് നനയ്ക്കും. അപ്പം അതാ ഘോരമണി പറയും, കണ്ണാ ഗോപാല ബാലഗോപാല നിർത്താതെ പാടൂ, ആ ആനന്ദത്തിൽ നിന്ന് ഉണരാതിരിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ അതിന് ഒരു ഉന്മാദയെ പോലെ ഇങ്ങനെതാ ഘോരമണി ഇങ്ങനെ പറയും. അപ്പോൾ അതാ കണ്ണൻ പറയാണ് ഇനി. അപ്പോൾ കണ്ണൻ പറയണതായിട്ട് ഇതാ ഘോരമണിക്ക് അനുഭവപ്പെടുകയാണ്. ആ അത്യന്ത സുന്ദരമായിട്ട് ആ മുല്ലപ്പൂ പോലെയുള്ള ചുണ്ടുകളുടെ ഇടയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാ ആ ചെഞ്ചുണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ മുല്ലപ്പൂ മുട്ട് പോലെ ഇങ്ങനെയുള്ള പുഞ്ചിരി വിടർത്തിക്കൊണ്ടതാ ഭഗവാൻ പറയും, എനിക്ക് ധാരാളം നെയ്യ് ചേർത്തിട്ട് ലഡ്ഡു തരൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മധുര പലഹാരം റാബിഡി എന്നാണ് പാലിൽ ഉണ്ടാക്കുന്നത്. വൃന്ദാവനത്തിൽ ചെന്നാൽ അത് കഴിക്കാനൊക്കെ കിട്ടും നമുക്ക്. റാബിഡി ഉണ്ടാക്കി തരൂ, ലഡ്ഡു തരൂ. അതുപോലെ എന്താ നെയ്യും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു മധുര പലഹാരമുണ്ട് ഭഗവാൻ. എനിക്ക് ഒന്നിൻ്റെയും പേര് പെട്ടെന്ന് കിട്ടണില്ല. ഇപ്പോൾ നമ്മൾ മൈസൂർ പാക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പലഹാരമാണ്. അതൊക്കെ ഭഗവാൻ നാവിലിട്ടാൽ അതിങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ ഭഗവാൻ പറയണു, അതൊക്കെ ഉണ്ടാക്കി തരൂ. അതാണ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് യശോദമ്മ ഇതൊക്കെയാണ് തരാറ്. അപ്പോൾ യശോദമ്മ എന്താ തരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം എന്തൊക്കെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം വേണമെന്ന് കണ്ണൻ ആവശ്യപ്പെട്ടോ അതൊക്കെ ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നാൽ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഘോരമണി കണ്ണന് നേദിക്കും. ഒക്കെ അങ്ങനെ ആ നെറ്റിയിൽ തഴുകുന്ന ആ കുറുനിരകളുടെ ആ പ്രേമത്താൽ ആ തിളങ്ങുന്ന കണ്ണുകളോടെ വശ്യമായ പുഞ്ചിരി മാറാത്ത ചുണ്ടുകളാൽ ഓടക്കുഴലിനെ ചുംബിച്ചുകൊണ്ട് ആ വനമാലയും മുത്തുമാലകളും ഒക്കെ അരിഞ്ഞ് പൊന്നരഞ്ഞാണൊക്കെ ചാർത്തി നൃത്തം വയ്ക്കാൻ വെമ്പുന്ന പാദങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ട് നിൽക്കണ ഗോപാലൻ്റെ രൂപം രാവും പകലും നമ്മളെ കുറൂരമ്മയെ പോലെ അല്ലേ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാംബുരതോ മമ. ആ അമ്മയ്ക്ക് ഈ കുറൂരമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ മുന്നിൽ ആ രൂപം കാണണം എന്ന് ചെറുപ്പത്തിലേ തൊട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിലൊന്നു വരൂ കണ്ണ, എൻ്റെ മുന്നിലൊന്നു വരൂ കണ്ണ, എൻ്റെ മുന്നിലൊന്നു വരൂ എന്ന് ആ പ്രത്യക്ഷം ആയ ഒരു ദർശനത്തെ കൊതിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ ഘോരമണിക്ക് അതുപോലും ഇല്ല. ഘോരമണി ആ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ആനന്ദം അത് മുഴുവനും കണ്ടുകൊണ്ട് ആ ബ്രഹ്മാനന്ദത്തിൽ അലിഞ്ഞുകൊണ്ട് ആ ധ്യാനത്തിലിരിക്കുമ്പോൾ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ കണ്ണന് വേണ്ടി ഓരോന്നും കൈങ്കര്യം ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ട് ആ ഘോരമണി ആ കൃഷ്ണനിൽ അലിഞ്ഞ് ഇരുന്നു. അങ്ങനെ ആ ഘോരമണി ഉണ്ടാക്കി വയ്ക്കുന്ന പാലും വെണ്ണയും ലഡ്ഡു ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാവാൻ തുടങ്ങി. ലഡ്ഡു ഉണ്ടാക്കി വയ്ക്കും. ആ ഘോരമണി അവിടെ പൂജാമുറിയിൽ കൊണ്ടുപോയി ഭഗവാനെ നിവേദിച്ച് പിന്നെ ചെല്ലുമ്പോൾ അത് അവിടെ കാണില്ല. റബടി ഉണ്ടാക്കി വെച്ചു, അത് ആരോ എടുത്ത പോലെ കാണും. അതൊന്നും കാണില്ല. പക്ഷേ അത് കാണാത്ത ആരാ എടുത്തതെന്നൊന്നും ഘോരമണിക്ക് സംശയം ഉണ്ടാവില്ല. കാരണം എന്താ, ഒരു മയിൽപ്പീലിത്തുണ്ട് അല്ലെങ്കിൽ അരമണിയിലൊരു മുത്ത് എന്തെങ്കിലുമൊക്കെ അവിടെ അവശേഷിക്കാൻ തുടങ്ങി. ആ കണ്ണൻ അവിടെ വന്ന് അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം അവിടെ കാണാൻ തുടങ്ങി. അങ്ങനെ കാലമൊക്കെ കടന്നുപോയി. ഒരിക്കൽ
ക്ഷേത്രം അധികാരിയുടെ പത്നി പറഞ്ഞു, ദക്ഷിണ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് അഘോരമണിയെ ക്ഷണിച്ചു. അഘോരമണി അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ആ ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുകയാണ്. അപ്പോൾ പോണതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ചിട്ട് ഈ അമ്മ പറഞ്ഞു, അഘോരമണി നിനക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിനക്ക് ഭാഗ്യമുണ്ട്, നീ അത്രയും ഭാഗ്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നിനക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വലിയ മഹാത്മാവാണ്, ഭഗവാനെ നേരിട്ട് കാണുന്ന ആളാണ്, കാളിയുടെ ഉപാസകനാണ്, അമ്മയോട് സ്വന്തം അമ്മയെ പോലെ കരുതി അമ്മയോട് സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം മുഴുവനും ഈ അഘോരമണിയോട് പറഞ്ഞു. അപ്പോൾ അഘോരമണിയുടെ ഉള്ളിൽ അത്രയ്ക്കും ബഹുമാനവും അത്രയും ഒരു അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുക എന്ന് വിചാരിച്ചാൽ അത്രയും മഹത്വമാണല്ലോ. അങ്ങനെ കൊതിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് വഴിയിൽ വെച്ചിട്ട് കുറച്ച് നല്ല പഴങ്ങൾ വാങ്ങിയിട്ട്, സന്യാസിയല്ലേ അദ്ദേഹം, അപ്പോൾ പഴങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കയ്യിൽ വെച്ചു. അപ്പോൾ പലരും അദ്ദേഹത്തെ കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണു, നമസ്കരിക്കണു, ചിലവർ കരഞ്ഞ് ഓരോ ദുഃഖങ്ങളൊക്കെ പറയണു, ചിലവരേതാ പുറത്തു തട്ടി ആശ്വസിപ്പിക്കണു, ചിലവരേതാ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണു, ചിലവരിതാ പാദത്തിൽ വീണ് കിടക്കണു. അപ്പോൾ ചിലപ്പോഴൊക്കെ ചിലവരെ നോക്കി നിർവികാരനായിട്ട് ഇരിക്കണു. അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ആത്മാനുഭൂതി അനുഭവിച്ചുകൊണ്ട് അഘോരമണി ഇങ്ങനെ മാറി നിന്നു. അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി നമസ്കരിച്ചു. കയ്യിൽ കരുതിയ പഴങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വേഗം അവിടുന്ന് എണീറ്റിട്ട് നിത്യപരിചയമുള്ള പോലെ ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് ഒരു പ്രേമഭാവത്തിൽ ആ ഘോരമണിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തിനാ ഈ പഴങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ കൈകൊണ്ടുണ്ടാക്കിയ ആ ലഡ്ഡു മതി, എനിക്ക് എവിടെ റാബിഡി കൊണ്ടുവന്നിട്ടില്ലേ, എനിക്ക് എവിടെയാ ഓരോ മധുര പലഹാരങ്ങളുടെ പേര് കണ്ണൻ ചോദിക്കുന്നത് പോലെ പരമഹംസർ ചോദിച്ചു. അപ്പോൾ ആ ഒരു ഭാവം, ആ ചോദ്യം, കാരണം സന്യാസി എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗിയായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്യാസി ഇങ്ങനെ പെരുമാറുകയും ചെയ്യുന്നൊന്നും അഘോരമണി വിചാരിച്ചിട്ടേ ഇല്ല. ഒരു സന്യാസി ഇങ്ങനെ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? എല്ലാവിധത്തിലും വിരക്തി വന്ന ആളല്ലേ സന്യാസി. സന്യാസി എന്താ ലഡ്ഡുവിന് കൊതിക്കണേ. വീണ്ടും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നത്തെ തവണ പോയപ്പോൾ ലഡ്ഡു ഉണ്ടാക്കി കൊണ്ടുചെന്നു. കണ്ടതും വേഗം ആ ലഡ്ഡു കൊതിയോട് കൂടിയിട്ട് പാത്രത്തോടു കൂടി വാങ്ങി കഴിച്ചു. നല്ല സ്വാദുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട്. ആസ്വദിച്ച് ഇങ്ങനെ തലയാട്ടി കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി വരുമ്പോഴേ ആ പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരണം, ഇനി വരുമ്പോൾ ആ റാബടി ഉണ്ടാക്കി കൊണ്ടുവരണം, ഇനി വരുമ്പോൾ എന്താ അവിടുത്തെ ഓരോന്ന് പറയും, സുഖിയൻ ഉണ്ടാക്കി കൊണ്ടുവരണം, അങ്ങനെ അവരെ പലഹാരങ്ങളുടെ പേരൊക്കെ പറയും. അപ്പോൾ 1-2 തവണയൊക്കെ ഇങ്ങനെ പോയി. എന്നിട്ട് കൊതിയോടുകൂടി ഭക്ഷിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ 2-3 തവണ ഇതേ അനുഭവം. വേറെ ഒന്നുമില്ല, ഈശ്വരൻ്റെ കഥകൾ പറയേ, ഈശ്വരനെ പറ്റി പറയേ, ഭഗവാനെ ഒന്നും പറയണില്ല. കണ്ടു കഴിഞ്ഞാൽ ഈ ആഹാരപ്രിയം മാത്രമാണ്. അതോടുകൂടിയിട്ടൊരു വിശ്വാസം നഷ്ടപ്പെട്ട പോലെയായി ഈ അഘോരമണിക്ക്. അഘോരമണി മനസ്സിൽ വിചാരിച്ചു, ഇനി ഇദ്ദേഹത്തെ കാണാൻ വരണ്ട എന്ന് മനസ്സിലുറപ്പിച്ചിട്ട് തിരിച്ചു പോയി. അങ്ങനെ പഴയതുപോലെ ഇനി എവിടെയും പോകണ്ട, നമ്മുടെ എന്തിനാണ് സാക്ഷാൽ ബാലഗോപാലൻ കൂടെയുള്ളപ്പോൾ ഇനി ഓരോന്നും അന്വേഷിച്ച് വെറുതെ എവിടെയും പോകണ്ട, ബാലഗോപാലനോടൊപ്പം ഇവിടെ മാത്രമേ കഴിയണുള്ളൂ എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ബാലഗോപാലൻ്റെ കൂടെ ആസ്വദിച്ച് ഇതുപോലെ തന്നെ ഓരോന്നും ധ്യാനത്തിൽ ഭഗവാന്റെ പല ഭാവങ്ങൾ പല വിധത്തിലുള്ള കൊഞ്ചലുകൾ, തലോടലുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ഘോരമണി ധ്യാനവും പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ആ സത്സംഗത്തിൽ ഏതെങ്കിലും മഹാത്മാവ് അവിടെ ക്ഷേത്ര പരിസരത്തൊക്കെ വന്ന് ഭഗവത് കഥകൾ പറയണമെങ്കിൽ അത് കേൾക്കാൻ മാത്രം പോകും, അല്ലാണ്ട് വേറെ എവിടെയും പോവാണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരിക്കൽ
ആ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇതുപോലെ എനിക്ക് അങ്ങനെ എന്താ എങ്ങനെ വേണം, ഓരോന്ന് വേണം എന്നൊക്കെ ഭഗവാൻ ആവശ്യപ്പെട്ട ആ സാധനങ്ങളൊക്കെ ധ്യാനത്തിന് ശേഷം അഘോരമണി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അകത്ത് ആ ചപ്രമഞ്ചത്തിലുണ്ട് ഇതാ ഒരു കാരണം ഒരു മുറിയേ ഉള്ളൂ അവിടെ. ആ മുറിയുടെ ഒരു ഭാഗത്താണ് പൂജയ്ക്ക് ഉള്ള വിഗ്രഹങ്ങൾ ഒരുക്കിക്കണം, അവിടെ തന്നെയാണ് കിടക്കണതും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചാച്ച് വെച്ചിട്ടുണ്ട്, അവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. വാടകയ്ക്ക് ആയിട്ടൊരു മുറിയിലല്ലേ താമസിക്കണേ, അപ്പോൾ എല്ലാം കൂടി ഒരു മുറിയേ ഉള്ളൂ. അപ്പോൾ കിടക്കണതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു മുറിയിൽ. അപ്പോൾ ആ കിടക്കയിൽ ചപ്രമഞ്ചത്തിലുണ്ട് ഇതാ ശ്രീരാമകൃഷ്ണ പരമഹംസരിയ്ക്കുന്നു. അഘോരമണി അങ്ങോട്ട് അത്ഭുതപ്പെട്ടു, ഇദ്ദേഹം എങ്ങനെ അകത്ത് കയറി, എപ്പോൾ വന്നു, ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വേഗം ഒരു സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വേഗം വന്നിട്ട് തരൂ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, എനിക്ക് അന്ന് ഉണ്ടാക്കിയ പലഹാരത്തിൻ്റെ പേര് കൊണ്ട് പറഞ്ഞു, ഞാൻ എത്ര നേരമായി കാത്തിരിക്കണു, കൊതി സഹിക്കാൻ പറ്റില്ല, തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ അതാ സംശയത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴേക്കും അദ്ദേഹം ഒരു കുഞ്ഞായിട്ട് മാറി. തൻ്റെ ആ മനസ്സിൽ താലോലിക്കുന്ന ആ ബാലഗോപാലനായിട്ട് മാറി. അഘോരമണി അത്യത്ഭുതത്തോടു കൂടി ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം മകൻ അവൻ അമ്മയെപ്പോലെ കൂടെ കളിക്കണു, ഇതൊക്കെ കഴിക്കണു, എനിക്ക് വായിൽ തരണം എന്ന് അമ്മ വായിൽ തരുമെന്ന് പറഞ്ഞു. വായിൽ കൊടുക്കണു, കൂടെ കളിക്കണു. അങ്ങനെ അതൊക്കെ കൊതിയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണു. എനിക്ക് ഉറക്കം വരണം അമ്മ, എനിക്ക് വേണ്ടി പാട്ട് പാടിത്തരൂ എന്ന് പറഞ്ഞത്. ആ മടിയിൽ കിടക്കുമ്പോൾ അമ്മ അതിമനോഹരമായിട്ട് ശരിക്കും യശോദാഭാവത്തിലെ ആ ഉണ്ണിക്കണ്ണനെ പാട്ട് പാടിയൊക്കെ ഉറക്കുകയാണ്. അങ്ങനെ മാറോട് ചേർത്ത് ആ കട്ടിലിൽ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ബാലഗോപാലനെ കാണാനായില്ല. അപ്പോഴാണ് ശരിക്കും അഘോരമണിക്ക് മനസ്സിലായത്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ആ മഹത്വം ശരിക്കും മനസ്സിലായത്. ആ ബാലഗോപാലനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അമ്മയെ കണ്ടപ്പോൾ ആ മഹത്വമേറിയ മഹാത്മാവ് സ്വയം ബാലഗോപാലനായി മാറുകയാണ്. യശോദയെ ശരിക്കും പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ബാലഗോപാലനായിട്ട് മാറി. അതുകൊണ്ടാണ് ലഡ്ഡു വേണം, ആ കണ്ണൻ്റെ അതേ ചപലതയോട് കൂടിയിട്ട് വെണ്ണ വേണം, ലഡ്ഡു വേണം, പാല് വേണം എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയത്. അതോടുകൂടിയിട്ട് പിന്നെ അടുത്ത ദിവസം തന്നെ അഘോരമണി ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അത്യത്ഭുതമായിട്ടുള്ള അതിദിവ്യമായിട്ടുള്ള ആ ഒരു ദർശനത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് ആ ഗോപാലനായിട്ട് ഇരിക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവിടെ പ്രത്യക്ഷമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് അഘോരമണിക്ക് സാധിച്ചു. കാരണം അത് അവളുടെ ഭക്തിയാണ്. നമ്മൾ മറ്റൊരാളിൽ ഈശ്വരീയത കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എത്ര വലിയ മഹാത്മാക്കളെയും നിന്ദിക്കണവർ ധാരാളം നമുക്ക് കാണാമല്ലേ, പല വിധത്തിൽ നിന്ദിക്കണു. അവരെപ്പറ്റി എത്ര വൃത്തികെട്ട വാക്ക് പറയാനൊന്നും അവർക്കൊരു മടിയില്ല. കാരണം എന്താ, അവർ കാണുന്നത്, അവരിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ഉള്ളിലുള്ള ആ വൃത്തികേടുകളാണ് ആ മുന്നിലിരിക്കുന്ന ആളിൽ കാണുന്നത്. അല്ലാണ്ട് അതിൻ്റെ മറയാണുള്ളത് അവരുടെ മുന്നിൽ. അവരതിൻ്റെ മഹത്വം കാണാൻ അവർക്ക് സാധിക്കണില്ല. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് അവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വൃത്തികേടുകളാണ് ഈ നോക്കണവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ വൃത്തികെട്ട രീതിയിൽ പറയാനും പെരുമാറാനും മറ്റുള്ളവരെ അങ്ങനെ കാണാനും സാധിക്കുന്നത്. കേവലം ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും കൊടുക്കാണ്ട് മഹാത്മാക്കളെ ധാരാളം നിന്ദിക്കുന്നു. ധാരാളം കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമികളെയും ശങ്കരാചാര്യരെയും ഒക്കെ ആ ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ നിന്ദിക്കുന്ന ധാരാളം പേര്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ നന്മ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ കരുണയുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറാൻ പറ്റുള്ളൂ. അവരുടെ ഉള്ളിലുള്ള കാരുണ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് കണ്ടു മനസ്സിലാക്കുക. നമുക്ക് അറിയില്ല അതുണ്ട്, ഇതാണ് കാരുണ്യം എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ. അത് അറിയണില്ല. നമ്മുടെ ഉള്ളിൽ കാരുണ്യമില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ കാരുണ്യം കണ്ടാൽ തിരിച്ചറിയുക? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല, പിന്നെ എങ്ങനെയാണ് സ്നേഹം കണ്ടാൽ തിരിച്ചറിയുക? നമ്മളിതപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഒരാളിതാ
കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കണോ നമ്മുടെ ഉള്ളിൽ തോന്നി അവരെ നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും അവർക്ക് ശരീരം കൊണ്ടോ ധനം കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഉള്ളിൽ അത് ആ ഒരു ഭാവം തിരിച്ചറിയണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അതില്ലെങ്കിൽ പറയും എന്തോ കാര്യം നേടാണ്ട് അതുകൊണ്ട് എന്നെ മണിയടിക്കാൻ വന്നതാ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം എന്തിനേ വന്നേവോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള തിന്മയെ തിരയുകയാണ്. അപ്പം പിന്നെ തിന്മയെ അല്ലാണ്ട് കാണില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അവരതെടുത്ത് പുറത്തിട്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലുള്ള തിന്മ ആണ് അവരിപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ആ അഘോരമണി ആത്മാനന്ദത്തിൻ്റെ ഉന്മാദാവസ്ഥയിലായിരുന്ന ശ്രീരാമകൃഷ്ണ ആ ഭഗവാൻ ആ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് താനിതാ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന തൻ്റെ കൈകൾക്ക് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതെല്ലാം ഇതാ മുന്നിൽ വെച്ചു. അതൊക്കെ അപ്പോൾ വായയിൽ കൊടുക്കണം എന്നായി അദ്ദേഹത്തിന്. അപ്പോൾ വായയിൽ കൊടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇതാ പാട്ടുപാടി ഊട്ടി ഉറക്കി അങ്ങനെ ആ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വൈകിട്ട് അഘോരമണി തിരിച്ചു പോയി. പിന്നീട് ഇടയ്ക്കൊക്കെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്ന് ഇങ്ങനെ ഒരു ദർശനം ആ അമ്മയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അഘോരമണി എവിടെയൊക്കെയാണോ പോണത് അവിടെയൊക്കെ ആ ബാലഗോപാലൻ്റെ സാന്നിധ്യം ഉണ്ടായി. പിന്നീട് എല്ലാവരും ആ ഗോപാലൻ്റെ അമ്മ എന്ന അർത്ഥത്തിൽ ഗോപാലർമ്മ എന്ന് വിളിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് വിളിക്കുക. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശപ്രകാരം ഒരിക്കൽ ഈ അമ്മ നരേന്ദ്രനുമായിട്ട് കാണാൻ ആയി. നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേകാനന്ദ സ്വാമിയാണ് അല്ലേ. നരേന്ദ്രൻ അമ്മയിൽ നിന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ആവണമെന്ന് പഠിച്ചത് അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന ആ കഥ നമ്മൾ കേട്ടിട്ടില്ലേ. നരേന്ദ്രൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പോൾ എന്നും ഇങ്ങനെ ആ കുതിര ഓടിച്ചു പോണ ഒരാളെ കാണുമായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നും കുതിര ഓടിപ്പിച്ച് പോണ ഒരാളെ കാണും. അപ്പോൾ വലിയൊരു കാര്യമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ കാര്യമാണ്. ആ കുതിര ഓടിപ്പിച്ച് പോണ ആൾക്ക് എത്ര എത്ര സ്പീഡിലാണ് പോണേ ആ കുതിരയെ നിയന്ത്രിച്ച് അത് അത്യത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. അപ്പോൾ സ്കൂളിൽ ചെന്ന സമയത്ത് എല്ലാവരോടും ചോദിച്ചു എന്താവണം എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോരോ ലക്ഷ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നരേന്ദ്രൻ ആരാവാനാണ് ആഗ്രഹം ചോദിച്ചു. പറഞ്ഞു ഒരു കുതിരക്കാരനാവാനാണ് ആഗ്രഹം, കുതിരവണ്ടിക്കാരനാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എല്ലാവരും പരിഹസിച്ച് ചിരിച്ചു. അതിന് നീ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഒരു കുതിരവണ്ടിക്കാരൻ്റെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി പറഞ്ഞാൽ ആ ടീച്ചർ പോലും പരിഹസിച്ച് ചിരിച്ചു. വലിയ സങ്കടമായി. ആ കുട്ടിക്ക് ഇനി സ്കൂളിലേക്ക് പോകണില്ല എന്നുള്ള നിലയ്ക്ക് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാ കുഞ്ഞ് കരയണത്? അമ്മ ഞാനിനി സ്കൂളിൽ പോകണില്ല, എനിക്ക് സ്കൂളിൽ പോകണ്ട. കുട്ടിക്ക് ആകെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായില്ലേ, പിന്നെ എന്തിനാ സ്കൂളിൽ പോണേ? അത്രയും സങ്കടപ്പെട്ടു. പറഞ്ഞു എന്താണ് ഉണ്ടായത് പറയൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കുതിരവണ്ടിക്കാരനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിയെന്ന്. അപ്പം അമ്മയും കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് കീഴ്പ്പെട്ടു നോക്കി ദുഃഖത്തോടു കൂടി ഇരിക്കണം ആ മകനെ അമ്മ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. അപ്പം ഇത്ര വലിയൊരാഗ്രഹം എൻ്റെ മോനുണ്ടായില്ലേ, നീ നന്നായി വരും, ഇത് ഏറ്റവും നല്ല ആഗ്രഹമാണ്, നീ കുതിരവണ്ടിക്കാരൻ തന്നെ ആവണം, വേറെ ആരും ആവണ്ട, അമ്മയ്ക്കും അത് തന്നെ ആഗ്രഹം എന്ന് കേട്ടപ്പോൾ കുട്ടി അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ വരൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ രഥം തെളിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതാ കണ്ടോ ഒരു കുതിരവണ്ടിക്കാരൻ, ആ കുതിരവണ്ടിക്കാരനെ പോലെ ആവണം എൻ്റെ മകൻ, ആ കുതിരവണ്ടിക്കാരനെ പോലെ 5 കുതിരകളെ പൂട്ടിയ രഥം തെളിക്കാൻ എൻ്റെ മോന് സാധിക്കണം, നിയന്ത്രിച്ച് ഓടിക്കാൻ എൻ്റെ മോന് സാധിക്കണം. അപ്പോൾ അങ്ങനെ സാധിക്കട്ടെ എന്ന് അമ്മ 2 കൈയും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ആ അമ്മയുടെ അനുഗ്രഹം സത്യമായി തീർന്നതാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമികൾ ആദ്യകാലത്തൊക്കെ അത്ര വലിയ ഈശ്വരവിശ്വാസിയാണ് എന്നുണ്ടെങ്കിലും വലിയ സംശയമായിരുന്നു. ഈശ്വരൻ എന്ന് പറയണത് അങ്ങനെ കാണാൻ പറ്റുന്ന ആളാണോ, അനുഭവിക്കാൻ പറ്റുന്ന ആളാണോ, എങ്ങനെയാണത് സാധിക്കുക, ഈ ജീവിതത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, അങ്ങനെ കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. പല സ്ഥലത്തും ഞാൻ ഇതൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ പരിഹസിക്കുക. കുറേ ആൾക്കാർ പരിഹസിക്കും, കുറേ ആൾക്കാർ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ
പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതിൻ്റെ ഉത്തരം തേടി 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 വന്നിട്ട് അതാ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുന്നിലെത്തി. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈശ്വരനെ കാണാൻ കഴിയുമോ എന്ന്. അപ്പോൾ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് ഈശ്വര ദർശനത്തിന് ആഗ്രഹിക്കുന്നവൻ ആരായാലും അവന് ആ ഈശ്വരൻ, അവൻ്റെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടും ഉറപ്പായിട്ടും. ഞാൻ എങ്ങനെയാണോ നിന്നെ കാണുന്നത്, നീ എങ്ങനെയാണോ എന്നെ കാണുന്നത്, അതുപോലെ തന്നെ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതുവരെ ഒരാളും ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ അദ്ദേഹത്തിലെ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം ആ നരേന്ദ്രന് പകരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഗോപാലവർമ്മ, അതായത് നമ്മുടെ അഘോരമണിയുടെ അടുത്തേക്ക് നരേന്ദ്രനെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഗോപാലവർമ്മയോട് പറഞ്ഞു, അമ്മയും ബാലഗോപാലനും തമ്മിലുള്ള എല്ലാ കഥകളും ഇദ്ദേഹത്തിന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഇദ്ദേഹത്തിന് ഒന്നും രഹസ്യമാക്കി വയ്ക്കാണ്ട് പൂർണ്ണമായിട്ടും ആ ഈശ്വരാനുഭവത്തെ മുഴുവൻ ഇദ്ദേഹത്തിന് പകർന്നു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അഘോരമണി തൻ്റെ ജീവിതത്തിലുണ്ടായ അതുവരെ ഉണ്ടായ എല്ലാം ആ വിവേകാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അമ്മേ, ഈ ദർശനങ്ങൾ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഭഗവാൻ ഈശ്വരനെ ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ, അതാണ് പരമാർത്ഥ സത്യം, അല്ലാതെ കാണുന്നതൊക്കെ മായയാണ്, ഇത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ ഭക്തിഭാവം കണ്ടിട്ട് സ്വാമി വിവേകാനന്ദൻ ആ ഒരു ഭാവം വളരെയധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ ഇദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായി ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ബാലഗോപാലനായിട്ട് കാണാൻ സാധിക്കുന്ന ഈ അമ്മയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു. ഇങ്ങനെ പുരാതന ഭാരതത്തിൻ്റെ ആദർശങ്ങളായിരുന്ന ആ വിശുദ്ധിയും ഭക്തിയൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ അഘോരമണി ശ്രീരാമകൃഷ്ണ പരമഹംസ ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ദേഹവിയോഗത്തിന് ശേഷം അവർ വല്ലാണ്ട് ദുഃഖിച്ചു. അപ്പം അങ്ങനെ പക്ഷേ അദ്ദേഹം ദേഹവിയോഗം കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും ധ്യാനാവസ്ഥയിൽ ധാരാളം തവണ ഈ അഘോരമണിക്ക് ഗുരുവിൻ്റെ ദർശനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അതായിരുന്നു അമ്മയുടെ ആശ്വാസം. അപ്പോൾ ആ ശരീരമല്ല എന്നുള്ളത് സത്യം ബോധ്യമാക്കി കൊടുത്തു. ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, അതിനുള്ളിലുള്ള ഗുരു ഒരിക്കലും നശിക്കണില്ല, ഗുരു ഇപ്പോഴും ഉണ്ട് എന്നുള്ള സത്യം ആ അഘോരമണിക്ക് ബോധ്യമായി. അങ്ങനെ 1923 അമ്മയ്ക്ക് ഒരു ഗുരുതരമായിട്ടൊരു രോഗം ബാധിച്ചു. കാരണം ആ ശരീരം നശ്വരമാണ്, ശരീരം പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ഒരു രോഗമാണ് നിമിത്തമായത്. രോഗങ്ങൾ വന്നു ചേരുകയെന്ന് വെച്ചാൽ ഏതെങ്കിലും വിധത്തിൽ പൂർവ്വജന്മകൃതമായിട്ടുള്ള എന്തെങ്കിലും കർമ്മപ്രാരാബ്ധങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് രോഗങ്ങൾ. അപ്പം അങ്ങനെ ആ രോഗങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിതീവ്രമായ കഠിനമായ രോഗത്തിൻ്റെ ആ തീവ്രതയിലും അമ്മ ഒരിക്കൽ പോലും തളരാതെ കണ്ട് വളരെയധികം മനഃശക്തിയോട് കൂടിയിട്ട് അതിനെ നേരിട്ടു. ആ ഉയർന്ന മാനസികാവസ്ഥയ്ക്ക് അല്പം പോലും ഒരു താഴ്ച ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഒരു കോട്ടം സംഭവിക്കാണ്ടാണ് അങ്ങനെ ഇരുന്നത്. അങ്ങനെ അവസാന നാളുകളിൽ സിസ്റ്റർ നിവേദിതയാണ് അമ്മയെ പരിപാലിച്ചിരുന്നത് എന്ന് പറയണു. 1906 ആ പുലർച്ചയ്ക്ക് ഗംഗാനദിയിലെ ജലം സ്പർശിച്ചുകൊണ്ട് അഘോരമണിയുന്ന അമ്മ ഗോപാലവർമ്മ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് ആ കഥ. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഭഗവാൻ നമുക്ക് ഓരോ ഭക്തന്മാരുടെ കഥകൾ പറഞ്ഞു തരുന്നു. എവിടെയൊക്കെ നമുക്ക് സംശയങ്ങൾ നേരിടുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടോ, എത്രയോ ഭക്തിയായിട്ട് ഭഗവാനെ കാണുന്നവളായിരുന്നു അഘോരമണി. ആ അമ്മ അതേ ഭാവത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടപ്പോൾ ഇത് രണ്ടും ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ, അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും തിരിച്ചറിയാനായിട്ട് ആ അമ്മയ്ക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വന്നു.
അപ്പം നമ്മൾക്കൊക്കെ എങ്ങനെ തിരിച്ചറിയാണ് നമ്മുടെ മുമ്പിൽ ആ ഭഗവാൻ ഏതേത് ഭാവത്തിൽ വരുന്നു ഈ നമ്മുടെ മുന്നിൽ വരുന്നത്? നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രാരാബ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതാ ആ ഭഗവാൻ വരുന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണില്ല എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല. ആ അമ്മയ്ക്ക് അദ്ദേഹത്തിൽ സംശയം തോന്നി. പക്ഷേ അമ്മയുടെ ആ ഭക്തി, ഭഗവാനോടുള്ള ഭക്തി ആ സംശയത്തെ നീക്കിയിട്ട് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഒരേ ചൈതന്യം തന്നെയാണ്. നീ അനുഭവിക്കുന്ന അതേ ആത്മാനന്ദം അതേ ആ ബാലഗോപാലനെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉള്ളിലും അതേ ബാലഗോപാലൻ തന്നെയാണ്. അതേ ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനം കൊടുത്ത് കാണാനായിട്ട് സാധിച്ചു. അപ്പം മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാൻ സാധിക്കുക എന്നുള്ളൊരു മഹത്വമാണ് ഇവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ, അമ്മയിലൂടെ അനുഭവിച്ചറിയാൻ സാധിച്ചത്. അപ്പം അത് നമുക്കും പ്രയോജനമാവട്ടെ. മറ്റുള്ളവരെ നമുക്ക് അറിയില്ല, ഒരാളെക്കുറിച്ചൊന്നും അറിയില്ല, അവരെ മറ്റുള്ളവരൊക്കെ ആരോ നിന്ദിക്കട്ടെ, നിന്ദിക്കണവരൊക്കെ നിന്ദിക്കട്ടെ, അവരോട് നിന്ദിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല. വന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെ ചേർന്ന് നമ്മൾ നിന്ദിക്കാണ്ടിരിക്കുക. നമുക്കറിയില്ല, ഒന്നും നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള അറിവൊന്നുമില്ല. കാരണം ഇത്രയും ഭഗവാനെ അനുഭവിക്കുന്ന, ധ്യാനാവസ്ഥയിൽ ഭഗവാനെ അനുഭവിക്കുന്നു, ആ ഭഗവാന്റെ ആ സാമീപ്യം അനുഭവിക്കുന്ന ഒരു അമ്മയ്ക്ക് പോലും ആ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അദ്ദേഹമല്ല പറഞ്ഞത്, അദ്ദേഹത്തിലൂടെ ബാലഗോപാലനാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ അല്പം സമയം എടുക്കേണ്ടി വന്നു വെച്ചാൽ നമ്മുടെ കാര്യമൊക്കെ പറയണോ. അപ്പം അതുകൊണ്ട് ആരെയും നിന്ദിക്കാതിരിക്കുക, എല്ലാവരുടെ ഉള്ളിലും ഒരേ ചൈതന്യം തന്നെയാണ് എന്നുള്ള സത്യത്തെ ബോധിക്കുക. അങ്ങനെ ബോധിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ആ ഒരു അനുഗ്രഹം ഭഗവാൻ തരട്ടെ. നമുക്കും നമ്മുടെ ഉള്ളിലെ നമുക്ക് ആത്മാനന്ദം അനുഭവിക്കാൻ ഒന്നും വേണ്ട, ഒന്നിൻ്റെയും സഹായം വേണ്ട, മൊബൈലിൻ്റെ സഹായമോ വായനയുടെ സഹായമോ ഒന്നിൻ്റെയും സഹായം വേണ്ട, ഒരു ഇടനിലയുടെയും സഹായം ഇല്ലാണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാനന്ദത്തെ അനുഭവിക്കാൻ ഈ ജീവന് സാധിക്കും എന്നുള്ള സത്യം കൂടി അമ്മ നമ്മളെ മനസ്സിലാക്കി തന്നു. അപ്പം നമുക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അക്ഷരപ്പൂക്കളായിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ വീഡിയോകൾ ഇടുന്നുണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാവില്ല, എൻ്റെ മകൻ്റെ അടുത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ പോയി വന്നതിന് ശേഷമാണ് ചിലപ്പോൾ വീഡിയോ ഇടുള്ളൂ. അവിടെ വച്ച് സൗകര്യമാവുകയാണെന്നുണ്ടെങ്കിൽ, സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പറയാം. അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ നാളെ മുല്ലൂർലി തേവരുടെ മുന്നിലുള്ള നാമജപവും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഇന്നാണ് പോണത്. പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണേന് ഒരു 5 മിനിറ്റ് മുമ്പാണ് അത് തീരുമാനിച്ച് പോകാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് നാളത്തെ ആ മുല്ലൂർലി തേവരുടെ നാമജപത്തിന് തിരുനടയിൽ ആ സമയത്ത് 8:30 മുതൽ 9:30 വരെ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് ഹരേ രാമനാമം ജപിക്കണം. ഒരു ദിവസം 1 മണിക്കൂർ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും അത്യത്ഭുത ഫലങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ. അത് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ജയ് ജയ് ശ്രീരാധേശ്യാം.